നമ്മുടെയൊക്കെ ജീവിതത്തിൽ സ്വന്തം അമ്മയ്ക്കും സഹോദരങ്ങൾക്കുമുള്ള സ്ഥാനം എന്താണ്? അവർക്ക് നമ്മുടെ ഹൃദയത്തിൽ എത്രത്തോളം ഇടമുണ്ട്? നൊന്തു പ്രസവിച്ച അമ്മയും കൂടപ്പിറപ്പുകളുമൊക്കെയായി ഒന്നിച്ച് താമസിക്കുന്ന ഒരു സംസ്കാരമായിരുന്നു പൊതുവെ കേരളത്തിലേത്. വീട്ടിൽ ചെറിയ വഴക്കും പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടായാലും രാത്രിയോടെ ആ പിണക്കമെല്ലാം മാറും. പിന്നീട് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും, കുറേ നേരം ഇരുന്ന് സംസാരിക്കും. അങ്ങനെയുള്ള വീടുകളിലെ ജീവിതം എത്ര മനോഹരമല്ലേ? എന്നാൽ ഇന്ന് കേരളത്തിലെ സ്ഥിതി എന്താണ്? ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങൾ അരങ്ങേറുന്നത് കുടുംബങ്ങളിലാണ്. മദ്യവും ലഹരിയും വീടുകളെ ചോരക്കളമാക്കുന്നു. ഇടുക്കി നെടുങ്കണ്ടത്തെ ഇരട്ട കൊലപാതകം നാട്ടിൽ വലിയ ഭീതി വിതച്ചിരിക്കുകയാണ്. മേരിക്കുട്ടിയെയും മകൻ റെജിയെയും കൊലപ്പെടുത്തിയത് ഇളയ മകൻ സജി തന്നെയാണോ? സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിയെ ഉടൻ കണ്ടെത്താൻ പോലീസിന് കഴിയുമോ? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. കുട്ടിക്കാലത്ത് കളിപ്പാട്ടത്തിന് വേണ്ടി സഹോദരങ്ങൾ തമ്മിലിടയ്ക്ക് വഴക്കുണ്ടാക്കാറില്ലേ? ചെറിയ പ്രശ്നങ്ങൾ കയ്യാങ്കളിയിലെത്തിയാൽ പിന്നെ അമ്മ ഇടപെടാറുണ്ട്. അമ്മയൊന്ന് കണ്ണുരുട്ടിയാൽ വടിയുമായി വന്നാൽ തീരാവുന്നതേയുള്ളൂ ആ പ്രശ്നങ്ങളൊക്കെ. ഇടുക്കി നെടുങ്കണ്ടത്തെ സഹോദരങ്ങളായ സജിയും റെജിയും കുട്ടിക്കാലത്ത് ഇങ്ങനെ പലപ്പോഴും വഴക്കിട്ടിട്ടുണ്ട്. എന്നാൽ വലുതായി കഴിഞ്ഞപ്പോൾ കലഹം ഏറ്റുമുട്ടലിലേക്ക് നീങ്ങും. അമ്മ ഇടപെട്ടാലും രണ്ടുപേരും വഴങ്ങാറില്ല. കഴിഞ്ഞ ദിവസം പതിവ് പോലെ വീട്ടിൽ മദ്യപിച്ചെത്തിയ സജി ആദ്യം സഹോദരൻ റെജിയുമായി വഴക്കിലായി. അത് കയ്യാങ്കളിയിലേക്ക് മാറിയതോടെ കൊലപാതകം. തടയാനെത്തിയ അമ്മ മേരിക്കുട്ടിയെയും സജി കൊലപ്പെടുത്തി. സംഭവത്തിന് ശേഷം രണ്ടുപേരുടെയും മൃതദേഹം വീട്ടുവളപ്പിൽ തന്നെ ആരും അറിയാതെ കുഴിച്ചു മൂടി. മേരിക്കുട്ടിയുടെ മകൾ നൽകിയ പരാതിയിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ 2 മൃതദേഹങ്ങളും കണ്ടെടുക്കുന്നു. ഒളിവിലുള്ള പ്രതിക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. നെടുങ്കണ്ടം പച്ചടി സ്വദേശിനി 70 വയസ്സുകാരി പൊന്നുട്ടയിൽ മേരിക്കുട്ടി, ഇവരുടെ മകൻ 48 വയസ്സുള്ള റെജി എന്നിവരാണ് മരിച്ചത്. മേരിക്കുട്ടിയുടെ ഇളയ മകൻ സജി ഇരുവരെയും കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹങ്ങൾ മറവ് ചെയ്തതാകാമെന്നാണ് പോലീസ് നിഗമനം. ഇതിന് നേരത്തെയും ഇവർ തമ്മിൽ പലപ്പോഴും വഴക്കുണ്ടാക്കുന്നുണ്ട് എന്നൊരു വിവരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. എപ്പോഴും അങ്ങോട്ടും വീട്ടിലെപ്പോഴും പ്രശ്നങ്ങളാണെന്നുള്ള വിവരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ബേസിൽ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് അന്വേഷണം നടത്തിയപ്പോൾ സംശയകരമായ കുറേ സാഹചര്യങ്ങളുണ്ട്. അവർ രണ്ടുപേരും കൊലപ്പെട്ടതാണെന്നൊരു സംശയമുണ്ട്. ഏതാനും ആഴ്ചകളായി മേരിക്കുട്ടിയെയും മകൻ റെജിയെയും നാട്ടിൽ കാണാനില്ലായിരുന്നു. തുടർന്ന് മേരിക്കുട്ടിയുടെ മകൾ നെടുങ്കണ്ടം പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. ഞങ്ങൾ ഒരാഴ്ച ആയെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. പക്ഷേ ഇവിടെ പറയുന്ന കഴിഞ്ഞ 9 തൊട്ട് കാണുന്നില്ല പറഞ്ഞു. 9 തൊട്ട് നമുക്കറിയില്ല അത് ശരിക്കും. ഈ സംശയം തോന്നിൻ്റെ പേരിലാണ് നമ്മൾ ഈ സജിയെ ഫോണിൽ വിളിക്കാറുണ്ടായിരുന്നു. ഇല്ല, വിളിക്കാറൊന്നുമില്ല. വിളിച്ചാൽ ഞങ്ങളെ ഇങ്ങനെ അടുപ്പിക്കൽ കയറത്തി, രണ്ടുപേരും കയറത്തില്ല. വഴക്കും വെക്കാണോ തമ്മിൽ അങ്ങോട്ട് അടിയും ഇടിയും വെള്ളമൊക്കെയാണ്. ഞങ്ങളെ കയറി ഞങ്ങളൊന്നും വരാറുമില്ലായിരുന്നു. ഈ അമ്മേനെ 2 വർഷം മുന്നേ ഞാൻ തേനിക്കാണാൻ കൊണ്ട് ചികിത്സിച്ച് പോയത്. ഈ രണ്ടുപേരും തമ്മിൽ എപ്പോഴും കള്ളുപടിയും അലമ്പുക. റെജിക്കാണ് ഷുഗർ ഫ്രണ്ടിൽ, സജിക്ക് മേസ്ത്രിപ്പണി കൂലിപ്പണിയൊക്കെ ആയി. പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നെടുങ്കണ്ടം പോലീസ് ഇവരുടെ വീട്ടിലെത്തി പരിശോധന നടത്തിയത്. വീടിന് സമീപത്ത് കൃഷിയിടത്തിൽ മണ്ണിളകി കിടക്കുന്നത് കണ്ടതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും പോലീസ് സർജന്റെയും സാന്നിധ്യത്തിൽ നടത്തിയ പരിശോധനയിൽ 2 മൃതദേഹങ്ങളും കണ്ടെത്തി. മൃതദേഹങ്ങൾ അഴുകിയ നിലയിലായിരുന്നു. 15 ദിവസത്തോളം പഴക്കമുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. മരിച്ച റെജിയും പ്രതിയെന്ന് സംശയിക്കുന്ന സജിയും തമ്മിൽ മദ്യപിച്ച് വഴക്കുണ്ടാക്കുന്നത് പതിവായിരുന്നു. സ്ഥിരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്ന ഇവർ അയൽക്കാരെയും സഹോദരിമാരടക്കമുള്ള ബന്ധുക്കളെയും വീട്ടിലേക്ക് അടുപ്പിച്ചിരുന്നില്ല. വിവിധ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന അമ്മയെ കാണുന്നതിനായി സഹോദരിമാർ വീട്ടിലെത്തുന്നത് പോലും ഇവർ തടഞ്ഞിരുന്നു. റെജിയും സജിയും തമ്മിൽ മദ്യപാനത്തെ തുടർന്നുണ്ടായ കയ്യാങ്കളി കൊലപാതകത്തിൽ കലാശിതാകാമെന്നാണ് പോലീസിന്റെ നിഗമനം. പ്രതിയെന്ന് സംശയിക്കുന്ന സജി കഴിഞ്ഞ ദിവസം വരെ വീട്ടിലുണ്ടായിരുന്നു. പോലീസ് സംഘം കഴിഞ്ഞ ദിവസം പ്രദേശത്തെത്തിയതോടെ ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു. സജിയെ കണ്ടെത്താനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്.
ന്യൂസ് 18 ഇടുക്കി. മലപ്പുറം മഞ്ചേരിയിലെ കൃഷ്ണപ്രിയയുടെ അച്ഛൻ ശങ്കരനാരായണനെ ഓർമ്മയില്ല. മകൾക്ക് നീതി കിട്ടാൻ സ്വയം നിയമം നടപ്പാക്കിയ പിതാവ്. 2001 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്ന കൃഷ്ണപ്രിയയെ പീഡനത്തിനിടെ ക്രൂരമായി കൊലപ്പെടുത്തിയത്. പിറ്റേ വർഷം, അതായത് 2002 ജയിലിൽ നിന്നും ജാമ്യത്തിൽ പുറത്തിറങ്ങിയ പ്രതിയെ പിതാവ് വെടിവെച്ച് കൊലപ്പെടുത്തുന്നു. പെൺകുട്ടികളുള്ള അച്ഛന്മാരുടെ മനസ്സിൽ അന്നു മുതൽ ഹീറോയാണ് ശങ്കരനാരായണൻ. സമാനമായൊരു കഥയാണ് തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ നിന്ന് കേട്ടത്. മകളുടെ ഘാതകനെ കുത്തിക്കൊലപ്പെടുത്തിയ പിതാവ്. പ്രണയത്തിൽ നിന്നും പിന്മാറിയതിൻ്റെ വൈരാഗ്യത്തിൽ അധ്യാപികയായിരുന്ന കാവ്യയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അജിത് കുമാറാണ് കൊല്ലപ്പെട്ടത്. കേസിൽ കാവ്യയുടെ പിതാവ് പുണ്യമൂർത്തി ഉൾപ്പെടെ 4 പ്രതികളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. അഞ്ചു മാസം മുൻപാണ് പ്രൈമറി സ്കൂളിലെ അധ്യാപികയായിരുന്ന കാവ്യയെ സുഹൃത്ത് അജിത് കുമാർ കുത്തിക്കൊലപ്പെടുത്തിയത്. അജിത് കുമാറും കാവ്യയും പ്രണയത്തിലായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. അധ്യാപികയായ കാവ്യയെ പെയിന്റ് പണിക്കാരനായ അജിത് കുമാറിന് വിവാഹം കഴിച്ചു നൽകാൻ അച്ഛൻ പുണ്യമൂർത്തി തയ്യാറായില്ല. വീട്ടുകാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി കാവ്യ വേറെ വിവാഹത്തിന് സമ്മതിച്ചു. വിവാഹ നിശ്ചയ ഫോട്ടോ അജിത് കുമാറിന് അയച്ചു കൊടുക്കുകയും ചെയ്തു. ഇതിൽ പ്രകോപിതനായ അജിത് കുമാർ കഴിഞ്ഞ വർഷം നവംബറിൽ കാവ്യ സ്കൂളിൽ പോകുന്ന വഴി തടഞ്ഞു നിർത്തി വെട്ടിക്കൊല്ലുകയായിരുന്നുവെന്നാണ് കേസ്. കേസിൽ പ്രതി അജിത് കുമാറിനെ പോലീസ് അറസ്റ്റും ചെയ്തു. പിന്നീട് റിമാൻഡിലായിരുന്ന പ്രതി 5 മാസത്തിന് ശേഷം കഴിഞ്ഞ ദിവസമാണ് ജാമ്യത്തിൽ പുറത്തിറങ്ങിയത്. അജിത്ത് നാട്ടിലെത്തിയ വിവരമറിഞ്ഞ് കാവ്യയുടെ അച്ഛൻ പുണ്യമൂർത്തി അയാളെ കൊലപ്പെടുത്താൻ പദ്ധതി തയ്യാറാക്കി. അതിനായി ബന്ധുക്കളായ 3 പേരെ കൂടെ കൂട്ടി. അങ്ങനെ കഴിഞ്ഞ ദിവസം പുലർച്ചെ പുണ്യമൂർത്തിയും ബന്ധുക്കളും ചേർന്ന യുവാവിനെ വീട്ടിലെത്തി വെട്ടിക്കൊല്ലുകയായിരുന്നു. സംഭവത്തിന് ശേഷം പുണ്യമൂർത്തിയും കൂട്ടുപ്രതികളായ ലോകേഷ്, രാമലിംഗം, കറുപ്പയ്യ എന്നിവരും ചോരപുരണ്ട വടിവാളുമായി അമ്മപ്പെട്ട പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയും ചെയ്തു. മകളെ കൊന്നതിലുള്ള പ്രതികാരമായാണ് കൊലപാതകം നടത്തിയതെന്നാണ് അച്ഛൻ പുണ്യമൂർത്തിയുടെ മൊഴി. ന്യൂസ് 18 ചെന്നൈ. കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ പേരിലുള്ള കലഹമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ഭാര്യയെ കൊന്ന വിഷ്ണു പോലീസിന് നൽകിയ മൊഴി ഇങ്ങനെയാണ്. എന്നാൽ ഈ മൊഴി പൂർണ്ണമായും അന്വേഷണ സംഘം വിശ്വസിച്ചിട്ടില്ല. സമൂഹ മാധ്യമങ്ങളിൽ സജീവമായിരുന്ന ഭാര്യ അൽമയും വിഷ്ണുവും തമ്മിൽ വഴക്ക് പതിവുമായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. കൊലപാതകത്തിന് മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഭാര്യയിൽ ഇയാൾക്ക് സംശയമുണ്ടായിരുന്നുവെന്ന സൂചനയും പോലീസിന് ലഭിച്ചു. നെയ്യാറ്റിൻകര കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. കഴിഞ്ഞ ദിവസം രാവിലെയാണ് പ്ലാത്താങ്കര RC ചർച്ചിന് സമീപം താമസിക്കുന്ന വിഷ്ണു എന്ന 36-കാരൻ ഭാര്യ അൽമയെ കൊലപ്പെടുത്തിയത്. ഇവരുടേത് പ്രണയവിവാഹമായിരുന്നു. വിവാഹം കഴിഞ്ഞ് 9 വർഷം പിന്നിട്ടിട്ടും മക്കളില്ലാത്തതിനെ ചൊല്ലിയുള്ള വഴക്കാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് വിഷ്ണു പോലീസിന് നൽകിയ മൊഴി. അടുത്ത കാലത്തായി ഇരുവരും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പതിവായിരുന്നുവെന്നും പാറശാല പോലീസ് പറയുന്നു. വിഷ്ണുവിന്റെ മൊഴി പോലീസ് പൂർണ്ണമായി വിശ്വസിച്ചിട്ടില്ല. അയൽക്കാരുമായി അകലം പാലിച്ചിരുന്നെങ്കിലും അൽമ ഫേസ്ബുക്കിൽ വലിയ സുഹൃത്തുവലയത്തിനുടമയായിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ സജീവമായ അൽമയ്ക്ക് അതിനുള്ള പിന്തുണ നൽകിയിരുന്നത് വിഷ്ണുവാണെന്നാണ് ബന്ധുക്കളുടെ മൊഴി. പിന്നെ എന്തിനാണ് കൊലപ്പെടുത്തിയതെന്ന് അടുത്ത ബന്ധുക്കൾക്ക് പോലും അറിവില്ല. നിരവധി പൂച്ചകളെയും നായ്ക്കളെയും ഇവർ വളർത്തുന്നുണ്ടായിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ പൂച്ചകൾക്കൊപ്പമുള്ളതും ഭർത്താവിനൊന്നിച്ചുള്ളതുമായ ചിത്രങ്ങൾ അൽമ പങ്കുവച്ചിട്ടുണ്ട്. കൊലപാതകം നടക്കുമ്പോൾ വീടിന് സമീപത്തെ പള്ളിയിൽ ആരാധന നടക്കുന്നതിനാൽ ഒച്ചപ്പാടുകൾ പുറംലോകം അറിഞ്ഞിരുന്നില്ല. ഭാര്യയിൽ സംശയമുണ്ടായിരുന്ന വിഷ്ണു അൽമയുമായി വഴക്കിടുന്നത് പതിവായിരുന്നു. 2 ആഴ്ച മുമ്പ് വിഷ്ണു വാങ്ങി സൂക്ഷിച്ചിരുന്ന വെട്ടുകത്തി ഉപയോഗിച്ചാണ് കൊലപാതകം. അൽമയുടെ വലതുചെവിയുടെ പിന്നിലും കഴുത്തിലുമാണ് വെട്ടേറ്റത്. തുടർന്ന് മരണമുറപ്പിക്കാൻ കിടപ്പുമുറിയിലെ തലയണ കൊണ്ട് മുഖത്തമർത്തി. സമീപത്തെ സഹോദരന്റെ വീട്ടിലെത്തി വിഷ്ണു വിവരം പറഞ്ഞതോടെയാണ് അരുംകൊലയുടെ വിവരം പുറംലോകം അറിയുന്നത്. PSC കോച്ചിംഗ് സെന്ററിലെ അധ്യാപകനായിരുന്നു വിഷ്ണു.
തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയ മൃതദേഹം സംസ്കരിച്ചു. നെയ്യാറ്റിൻകര കോടതിയിൽ ഹാജരാക്കിയ വിഷ്ണുവിനെ റിമാൻഡ് ചെയ്തു. കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ കൊലയ്ക്ക് മറ്റെന്തെങ്കിലും കാരണമുണ്ടായിരുന്നു എന്ന് വ്യക്തമാകുമെന്നാണ് പോലീസ് പറയുന്നത്. ന്യൂസ് 18 നെയ്യാറ്റിൻകര. ദാമ്പത്യത്തിലെ പ്രശ്നങ്ങൾക്ക് പല കാരണങ്ങളുണ്ടാകും. സംശയം, അവിഹിത ബന്ധങ്ങൾ, പങ്കാളിയുടെ മദ്യപാനം, അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ. ഒന്നിച്ച് ജീവിക്കാൻ കഴിയില്ലെങ്കിൽ പരസ്പരം ബന്ധം പിരിയുന്നതാണ് നല്ലത്. അല്ലാതെ എല്ലാം സഹിച്ചും ക്ഷമിച്ചും ജീവിക്കാൻ ശ്രമിച്ചാലും ഒരിക്കൽ പൊട്ടിത്തെറി ഉണ്ടാകാം. കണ്ണൂർ മോറാഴയിലെ രേഷ്മയും ഭർത്താവ് സന്തോഷ് കുമാറും തമ്മിലുള്ള ദാമ്പത്യ തർക്കം കോടതിയിൽ വരെ എത്തി. മധ്യസ്ഥ പ്രകാരമുള്ള 10 ലക്ഷം രൂപ കൊടുക്കാത്തതിനാൽ രേഷ്മ സന്തോഷിന്റെ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു താമസം. അതിനിടെ ഉണ്ടായ പ്രകോപനങ്ങൾ കൊലപാതകത്തിൽ കലാശിക്കുന്നു. 2019 നാടിനെ നടുക്കിയ രേഷ്മ കൊലക്കേസിൽ ഒടുവിൽ പ്രതി സന്തോഷിന് കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു. പ്രതി 1 ലക്ഷം രൂപ പിഴയടക്കണമെന്നാണ് തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടെ ഉത്തരവിലുള്ളത്. മെയ് 31 രാത്രി 7:30 കേസിനാസ്പദമായ സംഭവം. രേഷ്മയും ഭർത്താവ് സന്തോഷും 4 വർഷമായി പരസ്പരം അകന്നു കഴിയുകയായിരുന്നു. 2014 മാർച്ച് 23 ഇവരുടെ വിവാഹം. പിന്നീട് കുടുംബവഴക്കിനെ തുടർന്ന് സന്തോഷ് കുമാറും അമ്മയും മറ്റൊരു വീട്ടിലേക്ക് താമസം മാറി. മധ്യസ്ഥ ചർച്ചയിൽ തീരുമാനിച്ചത് പ്രകാരമുള്ള 10 ലക്ഷം രൂപ കൊടുക്കാത്തതിനാൽ രേഷ്മ സന്തോഷിന്റെ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു താമസം. സംഭവ ദിവസം വീട്ടിലെത്തിയ പ്രതി രേഷ്മയുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടു. തുടർന്ന് കഴുത്തിനും പുറത്തും വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ രേഷ്മയെ കണ്ണൂർ AKG ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രാത്രിയോടെ മരിച്ചു. പോലീസ് ഇൻസ്പെക്ടർമാരായ A. അനിൽകുമാർ, NK സത്യപാലൻ എന്നിവരാണ് കേസ് അന്വേഷിച്ചത്. ഭർത്താവ് സന്തോഷിന് ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയുമാണ് കോടതി ശിക്ഷ വിധിച്ചത്. തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി 1 ജഡ്ജി ഫിലിപ്പ് തോമസ് ആണ് കേസിൽ വിധി പറഞ്ഞത്. പ്രോസിക്യൂഷനു വേണ്ടി അഡീഷണൽ പ്രോസിക്യൂട്ടർ E. ജയറാംദാസ് കോടതിയിൽ ഹാജരായി. ന്യൂസ് 18 കണ്ണൂർ. നടനും ബിഗ് ബോസ് താരവുമായ ഷിയാസ് കരീം സ്ഥിരം വിവാദ നായകനാണ്. ലൈംഗിക ആരോപണങ്ങൾ, സാമ്പത്തിക തട്ടിപ്പ്, ഗുണ്ടാബന്ധം ഉൾപ്പെടെ പല ആരോപണങ്ങളും ഉയർന്നു വന്നിട്ടുള്ള ആളാണ് ഷിയാസ്. പിന്നീട് വിവാഹമൊക്കെ കഴിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി ഇയാൾ നല്ല നടപ്പായിരുന്നുവെന്നാണ് കേട്ടറിവ്. അതിനിടെ ഷിയാസ് കരീമിനെതിരെ പുതിയൊരു പരാതി. ലൈംഗിക ചൂഷണവും സാമ്പത്തിക തട്ടിപ്പും ആരോപിച്ച് കൊച്ചി സ്വദേശിനിയായ യുവതിയാണ് പാലാരിവട്ടം പോലീസിൽ പരാതി നൽകിയത്. പലതവണ ലൈംഗിക ചൂഷണം നടത്തിയെന്നും പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ നഗ്നദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നുമാണ് പരാതി. എന്നാൽ താനാണ് സാമ്പത്തിക തട്ടിപ്പിന് ഇരയായതെന്നും തൻ്റെ പരാതിയിൽ യുവതിക്കെതിരെ അന്വേഷണം നടക്കുകയാണെന്നും ഷിയാസ് കരീം ന്യൂസ് 18 പറഞ്ഞു. ഷിയാസ് കരീമിനെതിരെ ഇന്ന് രാവിലെയാണ് യുവതി പരാതി നൽകിയത്. 2023 ജൂണിലാണ് ഷിയാസ് കരീമിനെ സോഷ്യൽ മീഡിയ വഴി യുവതി പരിചയപ്പെടുന്നത്. പരിചയം സൗഹൃദമായി. 2024 ഷിയാസിനൊപ്പം ലിവിംഗ് റിലേഷനായി. ആദ്യഘട്ടത്തിൽ പലപ്പോഴായി 10 ലക്ഷം രൂപ ഷിയാസ് തന്റെ പക്കൽ നിന്നും വാങ്ങിച്ചു. തന്റെ കുടുംബ സ്വത്ത് വിറ്റ കാര്യം അറിഞ്ഞതോടെ ജിം തുടങ്ങാനെന്ന പേരിൽ 22 ലക്ഷം രൂപ പിന്നെയും വാങ്ങി. ജിം തുടങ്ങിയാൽ അതിൽ പങ്കാളിയാക്കാമെന്ന് വാഗ്ദാനം നൽകി. തന്നെ ആജീവനാന്തം ഒപ്പം നിർത്താമെന്നും പറഞ്ഞു. അതിനിടെ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് തന്റെ ഗർഭപാത്രം നീക്കിയപ്പോൾ ഷിയാസ് തനിക്ക് മറ്റൊരു വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞു. അതിനിടയിലും ലൈംഗിക ചൂഷണം തുടർന്നു. വിവാഹത്തിനായി വസ്ത്രങ്ങൾ വാങ്ങുവാനും വിവാഹ സൽക്കാരം നടത്തുവാനുമെല്ലാം തന്റെ കയ്യിൽ നിന്നും ഷിയാസ് പണം വാങ്ങി. വിവാഹശേഷവും താനുമായി ഷിയാസ് അടുപ്പം തുടർന്നുവെന്നും ലൈംഗിക ചൂഷണം നടത്തിയെന്നും യുവതി പറയുന്നു. കൊച്ചിയിലും കോഴിക്കോടും പല ഹോട്ടലുകളിലും താൻ ലൈംഗിക ചൂഷണത്തിനിരയായി. താൻ എതിർത്തതോടെ സുഹൃത്തുമായി തന്റെ കോഴിക്കോടുള്ള ഫ്ളാറ്റിൽ അതിക്രമിച്ചു കയറി സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തി. ഇതടക്കം ഷിയാസിനോടൊപ്പമുള്ള നഗ്നചിത്രങ്ങളും പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. ആകെ 49 ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്നാണ് യുവതി പറയുന്നത്. എന്നാൽ ഷിയാസ് ആരോപണം നിഷേധിച്ചു.
തന്റെ പക്കൽ നിന്നാണ് യുവതി പലതവണ പണം വാങ്ങിയതെന്നും അത് തിരികെ ചോദിച്ചപ്പോൾ കേസിൽ കുടുക്കിയെന്നും ഭീഷണിപ്പെടുത്തിയെന്നും ഷിയാസ് കരീം. യുവതിക്കെതിരെ പെരുമ്പാവൂർ പോലീസിന് നൽകിയ പരാതിയിൽ അന്വേഷണം തുടരുകയാണ്. സ്ത്രീ നമ്മുടെ ഫാമിലിയുടെ എന്റെ ഉമ്മയുടെ അടുപ്പവും എന്റെ കല്യാണത്തിൽ വരികയും ഫുഡ് കഴിക്കുകയും എന്റെ ഭാര്യയായിട്ട് ഭയങ്കര അടുപ്പമൊക്കെ ആയിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എന്റെ ഭാര്യയും ഉമ്മയുടെ കുറച്ച് സ്വർണ്ണം ഒരു വാങ്ങിച്ചിരുന്നത്. ഞാനപ്പോ അത് ചോദിച്ചപ്പോ ഇതൊക്കെ പിന്നെ അവരുടെ ചെറിയ ഇതായപ്പോ ചോദിച്ചത് അവർ സോഷ്യൽ മീഡിയ ഫുൾ എന്നെ പറ്റി പോസ്റ്റ് ഇടുകയായിരുന്നു. അപ്പൊ ഞാൻ അതിന്റെ എതിരെ കൊണ്ടുപോയി ഒരു പേരിൽ കംപ്ലൈന്റ് കൊടുത്തായിരുന്നു പെരുമ്പാവൂർ സ്റ്റേഷനിൽ. ആ കംപ്ലൈന്റ് കൊടുത്ത് അതിന്റെ കോടതിയിലെ കേസ് വന്ന ശേഷം ആ കേസ് ഇവർക്ക് എതിരെ നോട്ടീസ് വന്ന ശേഷം ഇവരെന്റെ പേര് കൊണ്ട് പീഡിപ്പിച്ചു എന്ന് പരാതി കൊടുത്തു. ഞാൻ ഞെട്ടിപ്പോയത്. പീഡനം എന്നൊക്കെ പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റിയൊരു സംഭവം. ഷിയാസ് കരീമിനെതിരെ നേരത്തെയും ലൈംഗിക ചൂഷണ പരാതി ഉയർന്നിരുന്നു. പരാതി പരിശോധിച്ച ശേഷം നടപടിയെടുക്കാമെന്നാണ് പാലാരിവട്ടം പോലീസ് പറയുന്നത്. ന്യൂസ് 18 കൊച്ചി. വീട്ടിൽ മക്കളുമായി എല്ലാ ദിവസവും നിങ്ങൾ സംസാരിക്കാറുണ്ടോ? അവർ സ്കൂളിൽ നിന്ന് വരുമ്പോൾ വിശേഷങ്ങളൊക്കെ ചോദിക്കണം, കൂട്ടുകാരെക്കുറിച്ച് മനസ്സിലാക്കണം, എല്ലാം തുറന്നു പറയാനുള്ള സാഹചര്യം ഒരുക്കണം. ഇല്ലെങ്കിൽ കുട്ടികൾ വലിയ കെണികളിൽ വീഴുമ്പോഴാണ് പല അപകടങ്ങളും നമ്മൾ തിരിച്ചറിയുന്നത്. ഇടുക്കി വണ്ടിപ്പെരിയാറിലെ 15-കാരിയെ പ്രണയം നടിച്ച് ഒരു യുവാവ് പീഡിപ്പിച്ച സംഭവം അച്ഛനും അമ്മയും അറിഞ്ഞത് 3 വർഷങ്ങൾക്ക് ശേഷമാണ്. ഇതോടെ കുടുംബം പോലീസിൽ പരാതി നൽകി. കേസിൽ പ്രതി ധനുഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രണയം നടിച്ച് ഇയാൾ കൂടുതൽ പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ടെന്നാണ് വിവരം. വണ്ടിപ്പെരിയാർ സ്റ്റേഷൻ പരിധിയിലെ ഇഞ്ചിക്കാട് എസ്റ്റേറ്റ് ലയത്തിൽ താമസിക്കുന്ന ധനുഷ് 3 വർഷം മുൻപ് പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നാണ് പരാതി. 2023 സംഭവം നടന്നത്. അന്ന് 15 വയസ്സായിരുന്ന പെൺകുട്ടിയുമായി ഇയാൾ അടുപ്പത്തിലാവുകയും പ്രണയം നടിച്ച് ലൈംഗികമായി ഉപദ്രവിക്കുകയുമായിരുന്നു. പിന്നീട് മറ്റൊരു പെൺകുട്ടിയുമായി പ്രണയത്തിലായ ഇയാൾ 15-കാരിയുമായുള്ള അടുപ്പം ഉപേക്ഷിച്ചു. 3 വർഷത്തിനു ശേഷം കഴിഞ്ഞ ദിവസം ഇയാൾ പെൺകുട്ടിയുടെ വീടിന്റെ അടുത്തെത്തുകയും വീണ്ടും അടുപ്പത്തിലാവാൻ ശ്രമിക്കുകയും ചെയ്തു. വീണ്ടും ഉപദ്രവിക്കുമെന്ന് ഭയന്ന പെൺകുട്ടി വീട്ടുകാരെ വിവരം അറിയിക്കുകയായിരുന്നു. രുടെ പരാതിയെ തുടർന്ന് വണ്ടിപ്പെരിയാർ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിയാണ് പ്രതിയെ പിടികൂടിയത്. കുട്ടികൾക്കെതിരായ അതിക്രമക്കുറ്റം ചുമത്തിയാണ് 24-കാരനായ ധനുഷിനെ അറസ്റ്റ് ചെയ്തത്. പീരുമേട് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 ഇടുക്കി. ജോലി വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിച്ച കേസിൽ കോടതി ജാമ്യാപേക്ഷ തള്ളിയിട്ടും കോൺഗ്രസ് കൗൺസിലർ പ്രശോഭ് ഒളിച്ചുകളി തുടരുകയാണ്. കേസെടുത്ത് 30 ദിവസം പിന്നിട്ടിട്ടും പ്രശോഭിനെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. മണ്ണാർക്കാട് SC/ST കോടതി ജാമ്യം നിഷേധിച്ചതോടെ പ്രതി ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു. തൻ്റെ പേരിൽ ചുമത്തിയിട്ടുള്ള കുറ്റങ്ങൾ നിലനിൽക്കില്ലെന്നാണ് പ്രശോഭ് ഹർജിയിൽ വാദിക്കുന്നത്. ഹർജി പരിഗണിച്ച ഹൈക്കോടതി സംഭവത്തിൽ പോലീസിനോട് വിശദമായ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം 28-നാണ് ദളിത് യുവതിയുടെ പീഡന പരാതിയിൽ പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് പ്രശോഭിനെതിരെ കേസെടുത്തത്. ജോലി വാഗ്ദാനം ചെയ്ത് പരിചയപ്പെട്ട ശേഷം താമസ സ്ഥലത്ത് അതിക്രമിച്ചു കയറി പീഡിപ്പിച്ചെന്നായിരുന്നു പ്രശോഭിനെതിരായ പരാതി. കേസെടുത്തതോടെ ഒളിവിൽ പോയ പ്രശോഭ് മുൻകൂർ ജാമ്യം തേടി മണ്ണാർക്കാട് SC/ST കോടതിയെ സമീപിച്ചെങ്കിലും ഹർജി തള്ളിയിരുന്നു. പാലക്കാട് DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രശോഭിനായി തിരച്ചിൽ നടത്തുന്നത്. അതിനിടെ പ്രതി പ്രശോഭ് മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചു. തന്റെ പേരിൽ ചുമത്തിയിട്ടുള്ള പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിരോധന നിയമപ്രകാരമുള്ള കുറ്റങ്ങൾ നിലനിൽക്കില്ലെന്നാണ് പ്രശോഭ് ഹർജിയിൽ വാദിക്കുന്നത്. ജോലി വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന പരാതിയാണെങ്കിൽ അതിൽ ജാതി ഒരു ഘടകമായി വരുന്നില്ലെന്നും അതിനാൽ SC/ST വകുപ്പ് പ്രകാരമുള്ള കുറ്റം ചുമത്താൻ കഴിയില്ലെന്നും ഹർജിയിൽ പറയുന്നു. പരാതിക്കാരിയായ യുവതിയുമായി ദീർഘകാലമായി അടുപ്പമുണ്ട്.
ഈ ബന്ധം പുറലോകം അറിഞ്ഞപ്പോൾ മാത്രമാണ് തനിക്കെതിരെ പരാതി നൽകിയതെന്നും പ്രശോഭ് വത്സൻ ആരോപിക്കുന്നു. ഹർജി പരിഗണിച്ച ഹൈക്കോടതി സംഭവത്തിൽ പോലീസിനോട് വിശദമായ മറുപടി തേടിയിട്ടുണ്ട്. ഹർജിയിൽ കൂടുതൽ വാദം കേൾക്കുന്നതിനായി മെയ് 5-ാം തീയതിയിലേക്ക് മാറ്റി. പാലക്കാട്ടെ കോൺഗ്രസ് കൗൺസിലറായ പ്രശോഭിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് യുവതി ഉന്നയിച്ചിരിക്കുന്നത്. സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോയ പ്രതിയെ കണ്ടെത്താൻ സംസ്ഥാനത്ത് പുറത്തും അന്വേഷണം നടത്തുന്നുണ്ടെങ്കിലും പോലീസിന് ഇതുവരെയും അയാളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ന്യൂസ് 18 പാലക്കാട്, കൊച്ചി. മനസ്സിൽ പകയും വിദ്വേഷവുമായി നടക്കുന്ന ചില ആളുകളുണ്ട്. തക്കം കിട്ടിയാൽ അവർ പ്രതികാരം ചെയ്യും. പോലീസിൽ പരാതിപ്പെട്ടിട്ടോ നിയമപരമായ പരിരക്ഷ ഉണ്ടായിട്ടോ കാര്യമില്ല. പത്തനംതിട്ട ആറന്മുളയിൽ സ്വകാര്യ ബസ് ഡ്രൈവറെ ബസ്സിൽ കയറി വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത് മുൻ വൈരാഗ്യത്തെ തുടർന്നാണ്. കേസിൽ ആറന്മുള സ്വദേശി ശ്രീജിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പത്തനംതിട്ട ചെങ്ങന്നൂർ റൂട്ടിൽ ഓടുന്ന സ്വകാര്യ ബസ് ഡ്രൈവർ ശ്രീജീവിനെയാണ് ബസ്സിൽ കയറി വാളുകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെയാണ് കേസിനാസ്പദമായ സംഭവം. പത്തനംതിട്ടയിൽ നിന്നും ചെങ്ങന്നൂരിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സിലെ ഡ്രൈവറായ ആറന്മുള തെക്കേമല സ്വദേശി ശ്രീജീവിന് പ്രതി ശ്രീജിത്തിന്റെ ഭാര്യയുമായി ബന്ധമുണ്ടെന്നാരോപിച്ചായിരുന്നു വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ശ്രീജിത്ത് മുൻപ് ആറന്മുള പോലീസ് സ്റ്റേഷനിൽ ഇത് സംബന്ധിച്ച് പരാതി നൽകുകയും ഇരുവരെയും സ്റ്റേഷനിൽ വിളിച്ച് പോലീസ് ഒത്തുതീർപ്പാക്കുകയും ചെയ്തതാണ്. എന്നാൽ തുടർന്നും വൈരാഗ്യം മനസ്സിൽ സൂക്ഷിച്ച ശ്രീജിത്ത് പത്തനംതിട്ടയിൽ നിന്നും ചെങ്ങന്നൂരിലേക്ക് പോവുകയായിരുന്ന ബസ് ആറന്മുള മാലക്കരയ്ക്ക് സമീപം തടഞ്ഞു നിർത്തി. തുടർന്ന് ബസ്സിനുള്ളിൽ കയറി ശ്രീജീവിനെ വെട്ടിയും കുത്തിയും മാരകമായി പരിക്കേൽപ്പിക്കുകയായിരുന്നു. അക്രമശേഷം സംഭവസ്ഥലത്തു നിന്നും പ്രതി ബൈക്കിൽ രക്ഷപ്പെട്ടു. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് ഇയാൾക്കായി തെരച്ചിൽ നടത്തി വരികയായിരുന്നു. അന്തർ സംസ്ഥാന ലോറി ഡ്രൈവറായ പ്രതി അയൽ സംസ്ഥാനങ്ങളിലേക്ക് രക്ഷപ്പെടാതിരിക്കാനും പോലീസ് ജാഗ്രതാ നിർദ്ദേശം നൽകി. തുടർന്നുള്ള അന്വേഷണത്തിലാണ് പ്രതി ശ്രീജിത്ത് പിടിയിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 പത്തനംതിട്ട. പൊതുവെ എല്ലാ സ്ഥാപനങ്ങളിലും കടകളിലും വീടുകളിലും ഇപ്പോൾ CCTVകൾ സ്ഥാപിച്ചിട്ടുണ്ടല്ലേ. ഒരു കവർച്ച നടന്നാൽ കള്ളനെ തിരിച്ചറിയാൻ നിരീക്ഷണ ക്യാമറകൾ വെക്കുന്നത് നല്ലതാണ്. എന്നാൽ CCTVകളിൽ കുടുങ്ങാതിരിക്കാനുള്ള തന്ത്രങ്ങളൊക്കെ കള്ളന്മാർക്കിപ്പോൾ നന്നായി അറിയാം. കൊല്ലം ജില്ലാ ആശുപത്രിക്ക് സമീപമുള്ള സ്ഥാപനത്തിൽ വൻ കവർച്ച നടത്തിയ കള്ളൻ മുഖംമൂടി ധരിച്ചാണ് എത്തിയത്. ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന 23 ലക്ഷം രൂപയാണ് മോഷ്ടാക്കൾ അപഹരിച്ചത്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പുലർച്ചെ 2 മണിയോടെ സ്ഥാപനത്തിന്റെ പിന്നാമ്പുറത്തെ വാതിൽ പൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്തു കയറിയത്. ലോക്കറിൽ നിന്ന് 20 ലക്ഷം രൂപയും ബില്ലിംഗ് ഡ്രോയറിൽ നിന്ന് 3 ലക്ഷവും നഷ്ടമായി. മുഖം മറച്ചെത്തിയ 2 പേരാണ് കൃത്യത്തിന് പിന്നിലെന്ന് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ജോലിക്കെത്തിയ സുരക്ഷാ ജീവനക്കാരനാണ് മോഷണവിവരം ആദ്യം അറിയുന്നത്. സ്ഥാപനത്തിനുള്ളിലെ ക്രമീകരണങ്ങളെക്കുറിച്ച് മുൻപരിചയം ഉള്ളവരായിരിക്കാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഫോറൻസിക് സംഘവും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. മോഷ്ടാക്കളുടെ മുഖം ക്യാമറ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായി തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. ശനിയാഴ്ച ബാങ്ക് അവധി കാരണമാണ് പണം സ്ഥാപനത്തിൽ സൂക്ഷിച്ചിരുന്നതെന്നാണ് സ്ഥാപന ഉടമയുടെ പരാതിയിൽ പറയുന്നത്. സബ് ഇൻസ്പെക്ടർ R. ജയ്മോഹൻ ദത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ന്യൂസ് 18 കൊല്ലം. പാലക്കാട് പട്ടാമ്പി മേഖലയിൽ വാഹനമോഷണം ഇപ്പോൾ തുടർക്കഥയാണ്. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ബൈക്ക് വെച്ചാൽ അത് നിരീക്ഷിക്കാൻ കള്ളന്മാരുണ്ട്. പിന്നീട് കള്ളത്താക്കോൽ ഉപയോഗിച്ച് വാഹനം മോഷ്ടിക്കുന്നതാണ് രീതി. കഴിഞ്ഞ ദിവസം പട്ടാമ്പി ടൗണിൽ നിന്നാണ് ബൈക്ക് മോഷ്ടിച്ചത്. ആമയൂർ സ്വദേശി മുഹമ്മദ് ഫാരിസിന്റെ ബൈക്ക് മോഷ്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. സംഭവത്തിൽ പട്ടാമ്പി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് തിങ്കളാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് മോഷണം നടന്നത്.
ആമയൂർ സ്വദേശി മുഹമ്മദ് ഫാരിസിന്റെ ബൈക്കാണ് മോഷ്ടിച്ചത്. ഞായറാഴ്ച രാത്രി റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ വ്യാപാര സ്ഥാപനത്തിന് മുന്നിൽ ബൈക്ക് വെച്ച് ഫാരിസ് തൃശൂരിലേക്ക് പോയിരുന്നു. രാവിലെ തിരിച്ചെത്തിയപ്പോഴാണ് ബൈക്ക് മോഷണം പോയത് അറിയുന്നത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. മുഹമ്മദ് ഫാരിസിന്റെ പരാതിയിൽ പട്ടാമ്പി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സ്ഥിരം മോഷ്ടാക്കളാകാം സംഭവത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ സംശയം. ന്യൂസ് 18 പട്ടാമ്പി. കാസർഗോഡ് പടന്നയിലെ ശൈശവ വിവാഹത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായെന്ന് തന്നെ തെറ്റിദ്ധരിപ്പിച്ചെന്ന് വിവാഹത്തിന് കാർമ്മികത്വം വഹിച്ച ഉസ്താദിന്റെ വെളിപ്പെടുത്തൽ. അഴീക്കാൽ ജുമാ മസ്ജിദ് സെക്രട്ടറിക്കെതിരെയാണ് ഗുരുതരമായ ആരോപണം. വിവാഹം നടന്നിട്ടില്ലെന്ന് ജമാഅത്ത് കമ്മിറ്റിയിലെ ഒരു വിഭാഗം വിശദീകരിക്കുമ്പോഴാണ് ഇത് സ്ഥിരീകരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത്. ഇതിനിടെ കേസിലെ ഒന്നാം പ്രതിയും വരനുമായ സാബിർ ദക്ഷിണ കൊറിയയിലേക്ക് കടന്നതായി അന്വേഷണ സംഘം കണ്ടെത്തി. വരനും ഉസ്താദും ഉൾപ്പെടെ 4 പേർക്കെതിരെയാണ് ചന്ദേര പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇങ്ങനെ നിക്കാഹിത്ത പണിക്ക് ഇന്ന ദിവസം ടൈമിന് നിക്കാഹിനെന്ന് അറിയിക്കും. നമ്മൾ പോകും, നിക്കാഹ് ചെയ്യും, അവരൊക്കെ പോരും. നമ്മൾ വേറൊന്നും ഞങ്ങൾ അറിയുന്നില്ല. നമ്മളത് അറിയുന്ന ആൾക്കാരാണ് ഇവരെല്ലാം അവരുടെ എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾക്ക് എത്തുന്നത്. ഏപ്രിൽ 13 പടന്ന എടച്ചാക്കൈ അഴീക്കൽ ജുമാ മസ്ജിദിൽ നടന്ന ശൈശവ വിവാഹത്തിൽ പള്ളി കമ്മിറ്റി സെക്രട്ടറിയും പടന്ന പഞ്ചായത്ത് അംഗവുമായ PK താജുദ്ദീന് എല്ലാം അറിയാമായിരുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവന്ന ഇമാം സംസാരിക്കുന്ന വീഡിയോ ദൃശ്യം. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാനെത്തിയ ബാലവിവാഹ നിരോധന ഓഫീസറോടും ചൈൽഡ് ലൈൻ അധികൃതരോടും ജുമാ മസ്ജിദ് ഇമാം റഹ്മത്തുള്ള താൻ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട കാര്യം വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട്. താൻ നിക്കാഹ് ചടങ്ങ് നടത്തിക്കൊടുക്കുക മാത്രമാണ് ചെയ്തത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെയാണ് നിക്കാഹ് കഴിക്കുന്നതെന്ന് തനിക്കറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ ചടങ്ങ് നടത്താൻ അനുവദിക്കില്ലായിരുന്നുവെന്നും റഹ്മത്തുള്ള ഉദ്യോഗസ്ഥരോട് പറയുന്നു. പെണ്ണിന്റെ ഈ സമയം വരെ എനിക്ക് അതേ പരിചയമല്ല. പള്ളി കമ്മിറ്റി ഔദ്യോഗികമായിട്ട് സെക്രട്ടറി ആണല്ലോ നമ്മൾ അറിയിക്കല്. സാധാരണ അറിയിക്കലും എല്ലാ ജമാഅത്തിന്റെ എല്ലാ മെമ്പർമാരും സാധാരണ നടക്കില്ല. അതേസമയം ബാലവിവാഹ നിരോധന ഓഫീസറുടെ റിപ്പോർട്ട് പരിഗണിച്ച് കോടതി നിർദ്ദേശപ്രകാരം ചന്ദേര പോലീസ് വരൻ ബദർ നഗറിലെ സാബിർ ഷെയ്ഖ്, പള്ളി കമ്മിറ്റി സെക്രട്ടറി PK താജുദ്ദീൻ, ജുമാ മസ്ജിദ് ഖത്തീബ് റഹ്മത്തുള്ള മദനി, വധുവിന്റെ പിതാവ് എന്നിവർക്കെതിരെ കേസെടുത്തുവെങ്കിലും അറസ്റ്റ് ചെയ്യാനായിട്ടില്ല. വിവാഹവുമായി ബന്ധപ്പെട്ട രജിസ്റ്ററും വിവാഹ ദിവസത്തെ CCTV ദൃശ്യങ്ങളും നഷ്ടമായത് അന്വേഷണത്തിന് തടസ്സമാകുന്നുണ്ട്. CCTVയുടെ ഹാർഡ് ഡിസ്ക് ഉൾപ്പെടെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇതിനിടയിൽ വരൻ സാബിർ ദക്ഷിണ കൊറിയയിലേക്ക് കടന്നതായാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഇയാളെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. 16-കാരിയെ 28-കാരന് വിവാഹം കഴിച്ചു നൽകിയ സംഭവം വിവാദമായതിനു പിന്നാലെ പ്രദേശത്ത് കടുത്ത പ്രതിഷേധവും ഉയർന്നിട്ടുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. ഇടുക്കി മാങ്കുളം ഗ്രാമപഞ്ചായത്ത് മെമ്പർ ധന്യയ്ക്ക് എന്താണ് സംഭവിച്ചത്? കഴിഞ്ഞ ദിവസമാണ് കുടുംബ പ്രശ്നത്തെ തുടർന്ന് ധന്യ വീട് വിട്ടിറങ്ങിയത്. പിന്നീട് യുവതിയെ കണ്ടെത്താൻ പോലീസും നാട്ടുകാരും ജനപ്രതിനിധികളും പലയിടത്തും തിരച്ചിൽ നടത്തി. ഒടുവിൽ ധന്യയെ മാങ്കുളം 50 മൈലിന് സമീപം ഒഴിഞ്ഞ വീടിൻ്റെ ബാത്റൂമിനുള്ളിൽ അവശനിലയിൽ കണ്ടെത്തി. സംഭവത്തിൽ ദുരൂഹത സംശയിക്കുന്നതായും വിശദമായ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്തെത്തിയിരുന്നു. ഈ മാസം 22-നാണ് മാങ്കുളം 4-ാം വാർഡ് മെമ്പറായ ധന്യയെ കാണാതായത്. സംഭവ ദിവസം വൈകിട്ട് 3 മണിയോടെ ചിക്കനൻകുടിയിലുള്ള ബന്ധുവീട്ടിൽ നിന്ന് കാണാതായി എന്നായിരുന്നു പരാതി. ഭർത്താവുമായുണ്ടായ കുടുംബ പ്രശ്നത്തെ തുടർന്ന് ധന്യ വീട് വിട്ടു പോവുകയായിരുന്നു എന്നതടക്കമുള്ള രീതിയിലും വാർത്തകൾ പ്രചരിച്ചു. സമീപത്ത് തെരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടാകാത്തതിനെ തുടർന്നാണ് വീട്ടുകാർ മൂന്നാർ പോലീസിൽ വിവരമറിയിച്ചത്.
മൂന്നാർ ഡിവൈഎസ്പി ചന്ദ്രകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസിൽ അന്വേഷണം നടത്തി വന്നത്. മാങ്കുളം ചിക്കണംകുടി ഭാഗം കേന്ദ്രീകരിച്ച് നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും സഹായത്തോടെ തെരച്ചിൽ നടത്തിയെങ്കിലും 5 ദിവസമായിട്ടും ധന്യ കാണാമറയത്തായിരുന്നു. തിങ്കളാഴ്ച രാവിലെ നടത്തിയ തെരച്ചിലിൽ 6-ാം മൈലിന് സമീപമുള്ള ആളൊഴിഞ്ഞ വീടിന്റെ പുറത്തെ ശുചിമുറിയിലാണ് അവശനിലയിൽ ധന്യയെ കണ്ടെത്തിയത്. പോലീസിന് ഉൾപ്പെടെയുള്ള ആൾക്കാർ വന്നു, ഫോണ് വർദ്ധിച്ച് അതും നോക്കാനായിട്ടുള്ള സമയത്ത് വന്നു. തുണി മണത്ത് പറ്റി 2 കിലോമീറ്റർ പോയി പോലീസുമായി തിരിച്ചു പോകുന്നു. വീണ്ടും റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും ഒന്നും കൂടെ നമുക്ക് നോക്കാമെന്നും പറഞ്ഞു ഞങ്ങളിങ്ങനെ ഒരു വീടിൻ്റെ മുന്നിൽ ഈ തുണി മണപ്പിക്കാനായിട്ട് ഞങ്ങൾ ചെല്ലുന്ന സമയത്താണ് ഒരു കാലി വീട്ടിൽ ഞങ്ങൾ അതിന് മുമ്പ് അരമണിക്കൂർ മുമ്പ് ആ വീട്ടിൽ പോയി നോക്കിയതാണ്. അവിടെ ഒന്നും ഒന്നുമില്ല. എന്നാൽ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാമെന്നും പറഞ്ഞ ഒരാൾ പോയി നോക്കുമ്പോൾ ഈ പഴയ ബാത്റൂം അപ്ലൈ എടുത്ത് വണ്ടിയെ കയറ്റി. ഇതിനു മുമ്പ് വെട്ടിക്കൊന്ന ആ വീട്ടിലാണ്. ഇവരുടെ വീട്ടിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ അകലെയാണിത്. ഈ ഭാഗത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ പരിസരവാസികൾ പരിശോധന നടത്തിയിരുന്നു. പക്ഷേ അന്ന് കണ്ടെത്താനായിരുന്നില്ല. സംഭവത്തിൽ ദുരൂഹത സംശയിക്കുന്നതായും പോലീസിന്റെ ഭാഗത്ത് നിന്ന് വിശദമായ അന്വേഷണം ഉണ്ടാകണമെന്നും മാങ്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജു ജോസ് ആവശ്യപ്പെട്ടു. ധന്യയെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇവരുടെ ആരോഗ്യനിലയിൽ നിലവിൽ പുരോഗതിയുണ്ട്. ന്യൂസ് 18 ഇടുക്കി. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. തൃശൂർ ചേലക്കരയിൽ ജ്യേഷ്ഠൻ അനുജനെ തലക്കടിച്ചു കൊന്നു. അൻസാർ അലിയെ കൊലപ്പെടുത്തിയ അൻവർ അലി പോലീസ് കസ്റ്റഡിയിൽ. തറവാട് വീട്ടിൽ താമസത്തിനെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലയ്ക്ക് കാരണം. 150 ഗ്രാം ബ്രൗൺ ഷുഗറുമായി അസം സ്വദേശി അങ്കമാലി എക്സൈസിന്റെ പിടിയിൽ. അങ്കമാലി റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്നും പിടിയിലായത് 35-കാരനായ മൊയ്നുൽ ഹക്ക്. കേരളത്തിൽ അടുത്ത കാലത്തായി വിവാഹേതര ബന്ധങ്ങൾ വർദ്ധിച്ചു വരികയാണ്. പരസ്പരം മടിയോ മറയോ ഇല്ലാതെ സ്ത്രീയും പുരുഷനും വഴിവിട്ട ബന്ധങ്ങൾ ആസ്വദിക്കുമ്പോൾ അതൊരു വശത്ത് സദാചാര സംസ്കാരത്തെ തന്നെ തകർക്കുന്നു. താൽക്കാലിക സുഖത്തിനു വേണ്ടി ഇത്തരം ബന്ധങ്ങൾക്ക് പിന്നാലെ പോകുന്നവരുടെ അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? കൊല്ലം ഓച്ചിറയിലെ ഒരു വീട്ടിൽ നടന്ന സംഭവത്തെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. വീട്ടിലുണ്ടായ വാക്ക് തർക്കത്തെ തുടർന്ന് സുഹൃത്തായ സ്ത്രീയെ പെട്രോളൊഴിച്ച് കത്തിക്കുന്നതിനിടെ പൊള്ളലേറ്റ് ചികിത്സയിലിരുന്ന ഇയാൾ മരിച്ചു. ഓച്ചിറ സ്വദേശി രഘുവാണ് മരിച്ചത്. പൊള്ളലേറ്റ് ചികിത്സയിലുള്ള പ്രസന്നയുടെ നില ഗുരുതരമായി തുടരുകയാണ്. ഭർത്താവ് നേരത്തെ മരിച്ച പ്രസന്ന മകൾക്കൊപ്പം രഘുവിൻ്റെ കൂടെയായിരുന്നു താമസം. അതിനിടെ ഉണ്ടായ വാക്ക് തർക്കത്തിനിടെയാണ് രഘു അതിക്രമം കാട്ടിയത്. വിവാഹേതര ബന്ധങ്ങളിൽ 99% ദുരന്തത്തിലാണ് കലാശിക്കുന്നത്. നാളെ നിങ്ങളുടെ ജീവിതത്തിലും ഇത്തരം അനുഭവം ഉണ്ടാകാതിരിക്കാൻ ഓർമ്മപ്പെടുത്തിയെന്ന് വരും. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകും. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.